മലയാളത്തിന്റെ പൂന്തെന്നൽ മലയാളികൾക്ക് സമ്മാനിക്കുന്ന സംഗീതോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു QTWD So Flowers Top Singer presented by Impex and Unitaste Puttupoди, powered by iTech Dazzler Luminous Liquid Makeup, Swamvara Silks, Milma Ice Creams and RKG Ghee and Polycap. രാഗവസന്തങ്ങളുടെ സ്നേഹ സാന്നിധ്യം നമ്മുടെ പ്രിയ ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ. സിത്തു ചേച്ചി. കൊച്ചു ഗായകരുടെ പാട്ടിന്റെ പോരാട്ടത്തിന്റെ അകമ്പടി നാദം നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീംസ് നൽകുന്ന 15 ലക്ഷം രൂപ. ടോപ്പ് സിംഗർ വേദിയിലെ കൊച്ചുമിടുക്കി നമ്മുടെ എല്ലാവരുടെയും ബാർബി ഡോൾ. വെൽക്കം ജെന്നിഫർ ഓൺ സ്റ്റേജ്. ഞാനിന്ന് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ റൗണ്ടിൽ പാടാൻ പോകുന്നത് കണ്ണൂർ ഡീലക്സ് എന്ന സിനിമയിലെ ജാനകിയമ്മ അതിഗംഭീരമായി പാടി വച്ചിരിക്കുന്ന വരുമല്ലോ രാവിൽ പ്രിയതമൻ എന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കുറേ പാട്ടുകൾ ഞങ്ങൾ എടുത്തു വെച്ചു. അപ്പോൾ ഈ പാട്ട് എൻ്റെ അമ്മയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ട് വരാം. ചെന്നി 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 അല്ല, ആ ട്യൂണിൽ ജെന്നിയെ പാടാൻ തോന്നി. ചെന്നി 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 എന്തോ 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 ജനി ചാനി ജനി 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 ജെന്നിയോ ജെനി എന്തോ നമ്മുടെ വെരി ഡിയർ ജെനി. ഏതാണ് പാട്ട്? ഇന്ന് വരുമല്ലോ രാവിൽ പ്രിയതം എന്നുള്ള പാട്ട് ആണല്ലേ. ശ്രീകുമാരൻ തമ്പി സാറെന്ന് ഞാൻ വിളിക്കാറില്ല, ഞാൻ തമ്പി ചേട്ടനെന്നേ വിളിക്കാറ്. കാരണം എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും തമ്പിച്ചേട്ടൻ്റെയൊക്കെ എൻ്റെയും കുടുംബം ഹരിപ്പാടാണ്. ഹരിപ്പാട് അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കൊച്ചിലേ തൊട്ട്. അപ്പം ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ ബാച്ച്മേറ്റാണ് തമ്പിച്ചേട്ടൻ. അപ്പം എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയും, നിനക്കറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങൾ എനിക്കറിയാം, നിൻ്റെ ചേട്ടനെക്കുറിച്ച്, നിൻ്റെ അച്ഛനെക്കുറിച്ച്, നിൻ്റെ അമ്മയെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞില്ല. അപ്പം ഞാൻ ചെറുതായതുകൊണ്ട് ഞാൻ 2 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ഹരിപ്പാടുന്ന് ട്രിവാൻഡ്രത്ത് വന്നതാണ്. കാരണം എൻ്റെ അമ്മ കരമന സ്കൂളിൽ പാട്ട് ടീച്ചറായിട്ട് വന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നു. പിന്നെ എൻ്റെ ചേട്ടൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നു. ചേച്ചി വിമൻസ് കോളേജിൽ വന്നു. പിന്നെ അവർക്ക് അവിടെ തന്നെ ജോലി കിട്ടി. ചേട്ടൻ ഓൾ ഇന്ത്യ റേഡിയോയിലും അവിടെയും കിട്ടി. പിന്നെ ഞാൻ പഠിച്ച മോഡൽ സ്കൂളിൽ. അങ്ങനെ ഒരു കഥ. പക്ഷേ അതിൻ്റെ എല്ലാം എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം തമ്പിച്ചേട്ടനാണ്. അപ്പം വളരെ സന്തോഷമുണ്ട് തമ്പിച്ചേട്ടൻ്റെ ഒരു റൗണ്ട് ഇവിടെ വന്നതിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് വേണമെങ്കിൽ ചേട്ടാ തമ്പി സാറിൻ്റെ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം എഴുതുകയും സംഗീതം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പാട്ട്. അതിൻ്റെ 2 ലൈൻ നമുക്ക് പാടിക്കൊണ്ട് നമുക്കിത് തുടങ്ങാം. ഓക്കെ? ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെയുറക്ക. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെയുറക്ക. നമുക്ക് ഉറങ്ങാനുള്ള സമയമല്ല. തമ്പി സാറിൻ്റെ ആ സംഗീതം, തമ്പി സാറിൻ്റെ ആ രചന, തമ്പി സാറിൻ്റെ വൈഭവം. അദ്ദേഹം പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, മൾട്ടി ഫേസറ്റഡ് ജീനിയസ് ആണ്. അദ്ദേഹത്തിനെ നമസ്കരിച്ചുകൊണ്ട്, മനസ്സിൽ അദ്ദേഹത്തിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ജെനി. താങ്ക് യു. വരുമല്ലോ രാവിൽ പ്രിയതമൻ സഖി വരുമ
സഖി വരുമല്ലോ രാവിൽ പ്രിയതമൻ. ഇതോ ഓക്കെ. ആ പല്ലവി വളരെ നന്നായിരുന്നു അല്ലേ ചേട്ടാ? പല്ലവി ഗംഭീരമായിരുന്നു. സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന പല്ലവി അടിപൊളിയായിരുന്നു. വരുമല്ലോ രാവിൽ പ്രിയതമൻ, സഖി വരുമല്ലോ രാവിൽ പ്രിയതമൻ. അനുപല്ലവി തൊട്ട് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി മോളെ. അത് മോക്ക് തന്നെ അറിയാമല്ലോ. കാരണം ഒരിക്കലും ഞങ്ങളെ കൊണ്ട് ഇനി പറയിക്കരുത്, മോള് തന്നെ പറയുക. കാരണം മൃദുവായി അനുപല്ലവിയുടെ ശ്രുതി, പിന്നെ അങ്ങോട്ട് പോകും തോറും എന്തോ മോക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് വന്നു. അത് ശ്രുതിയാണോ? ശ്രുതി കൂടി പോയിട്ടുണ്ടോ? ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇത് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു സംഭവം, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തോ ഒരു മാറ്റർ ഓ സബ്ജക്റ്റ് ഓ സംതിങ് ലൈക്ക് ദാറ്റ്. അത് പെട്ടെന്ന് പല്ലവി പാടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. പക്ഷെ മറ്റേ അനുപല്ലവിയിലോട്ടും ചരണത്തിലോട്ടും ഒക്കെ പോയപ്പോഴത്തേക്ക് ആ ഹമ്മിങ് തന്നെ അത് എനിക്ക് തോന്നി ഒരുപാട് പിച്ച് കൂടിപ്പോയോ. ഇത് എത്രയാണ് ഇപ്പം? സി ഇട്ടെ, ഡി ആണ് ഇപ്പോഴ്, സി ഇട്ടെ. ഇതിൽ പാടിയാൽ കൺവീനിയന്റ് ആയിരിക്കും. ഒന്ന് നോക്കി അറിയാൻ വേണ്ടി ചോദിക്കുക. അനുപല്ലവി പാട്, അനുപല്ലവി. ഇരവിൽ അവിടെ വരുന്നുണ്ട്. എന്റെ മന്ദിരവാതിലിൽ ആരിരരര, എന്റെ മന്ദിരവാതിലിൽ അവനെ കൈളകി. സനിത സനിത പനിതവ മദവമ കറക്റ്റായിട്ട് ആ രീതി. അതെ, ഇതിനകത്ത് ഈ സിയിൽ പോയിട്ടും മോക്ക് അതങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ല. ബി എന്നിട്ട് വരുമല്ലോ അത് പഠിക്കും. വരുമല്ലോ രാവിൽ പ്രിയതമൻ. അവിടെ പോണു, ബേസ് കിട്ടില്ല. അപ്പൊ സി ആണ് മിഡിൽ നിൽക്കുന്ന, സി ആണ്. സിക്ക് മോക്ക് കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പം ദ സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന്റെ പ്രോബ്ലം വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് അത് തന്നെയാണ് എന്ന് ഡോക്ടർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഡോക്ടർ കറക്റ്റ് ആണ്. ഡോക്ടർ ഓൺ ദ ഡോട്ട് ആണ്. നമുക്കിവിടെ നമ്മുടെ വൈശാഖിനെ വിളിക്കണം, അല്ലെങ്കിൽ ശ്യാം സാറിനെ വിളിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്ര നന്നായിട്ട് പാടാനായിട്ട് പ്രേരിപ്പിക്കുകയും അവർക്ക് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരനാണ് വൈശാഖ്. വൈശാഖ്, ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് എനിക്ക് തോന്നുന്നു മോളൊട്ടും റിലാക്സ്ഡ് അല്ല, അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ല ഈ പാട്ട്.
ഈ പാട്ടിന്റെ സെലക്ഷൻ അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരു പാട്ട് സെലക്ട് ചെയ്യുന്ന എങ്ങനെ തീരുമാനിക്കുന്നത്? ഇല്ല, നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ അവർക്ക് പാടാൻ പറ്റുന്ന പാട്ടാണല്ലോ അത് നോക്കും. ഓക്കെ, പറ്റുന്നതാണ് നമ്മൾ അവർക്ക് എടുത്തു. പിന്നെ ഇത് പാടാൻ പറ്റുന്ന പാട്ടായിട്ട് വൈശാഖിന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? അപ്പൊ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആണോ? മന്ദിരം ശ്രുതിയിൽ പാടിയായിരുന്നു. അപ്പൊ ശരിക്കും ഇത് സ്റ്റേജ് ഫ്രൈറ്റ് ആണോ? കുറച്ച് ടെൻഷൻ കുറച്ച് കൂടുതലാണ് ജെന്നിക്ക്. അതെ അതെ അതെ, നന്നായിട്ടുണ്ട്. ആഹാ, ഇതാണ് വിശേഷം. ഡോക്ടർക്ക് തെറ്റി, ടെൻഷനാണ്. ഞാൻ വിചാരിച്ചു ഡി അല്ല, സി അല്ല, ബി അല്ല, 3 ശ്രുതിയിലും അവർക്ക് ആ പാടാൻ കംഫർട്ടബിൾ അല്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷേ ഇപ്പം അദ്ദേഹം പറയുന്നത് അങ്ങനല്ല, ടെൻഷൻ കാരണമാണ് നേരത്തെ പാടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ശരിയായിട്ട് വന്നു. എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റർ, ഒരു സബ്ജക്റ്റ് മോക്ക് വന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയിൽ പിടിച്ചിട്ട് ശ്രുതിയാണോ എന്ന് നോക്കിയത്. ഇപ്പം സാറ് വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നേരത്തെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നു, ഒരു ടെൻഷനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സത്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഞാനാണ് ഇവിടെ കണ്ടസ്റ്റന്റ് എന്ന് വയ്ക്കുക, ഞാനാണ് കണ്ടസ്റ്റന്റ്, ജെന്നിയാണ് ജഡ്ജ് എന്ന് വയ്ക്കുക, ആണെന്ന് വെച്ചോ. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ ഇവിടെ പാടാനായിട്ട്. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനും വരും. അപ്പോൾ വൈശാഖ് ചിലപ്പോൾ എന്നെ അസലായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. വൈശാഖ് പറയും, ജയൻ ഇത് നന്നായിട്ട് പാടാൻ പറ്റും എന്നൊക്കെ വൈശാഖ് പറയും. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഓഡിയൻസിനെ എല്ലാവരും കാണുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ, ഞാനൊക്കെ പാടുന്ന ലെവല് വെച്ച് നോക്കുമ്പോൾ, ഞാൻ ഇവിടെയാണെങ്കിൽ ജെന്നി ഇവിടെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ എവിടെയാണ്? ഇവിടെ. ജെന്നി എവിടെയാണ്? ഇവിടെ. അപ്പൊ ഇതാണ് ഈ വ്യത്യാസം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജെന്നി മിടുക്കിയാണെന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ അങ്ങനെ റിലാക്സ് ചെയ്ത് പാടാനായിട്ട് പഠിക്കണം എന്നാണ് അങ്കിൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ആ റിലാക്സേഷൻ തരാനും അതിൻ്റെ അനുഗ്രഹം തരാനുമാണ് ഗുരുക്കന്മാർ കൂടെ ഉള്ളത്. അപ്പോൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അവരുടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് പാടണം. നമ്മളൊരു ടെൻഷനും തരുന്നില്ല, ഓഡിയൻസ് ടെൻഷൻ തരുന്നുണ്ടോ? എല്ലാവരും എന്ത് ചിരിച്ചാണ് ഇരിക്കുന്നത്. അവിടെ നോക്കൂ, ആ കുഞ്ഞുങ്ങളൊക്കെ നോക്കൂ, അവരൊക്കെ ജെന്നിയുടെ വലിയ ആരാധകരല്ലേ? അല്ലേ? ആണ്, എല്ലാവരും ആണ്. കണ്ട ചിരി, ജെന്നി എന്ന് പറയുമ്പോൾ തന്നെ ചിരി. അപ്പൊ ഇത്രയൊക്കെ ആരാധകര്, ലോകം മൊത്തം ജെന്നിയുടെ ആരാധകരുള്ള ഒരു വലിയ സ്റ്റാറാണ് റിലാക്സ്ഡ് ആയിട്ട് പാടാൻ പറ്റാത്തത്. ശരിയല്ല, മാറ്റിയേ പറ്റൂ കേട്ടാ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഷൂട്ട് പണിടുവേൻ കേട്ടാ. വൈശാഖിനെയും ഷൂട്ട് പണിടുവേൻ. ഇനി സോങ് സെലക്ഷൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്ന് തീർച്ചയായിട്ടും സാർ അഭ്യർത്ഥിക്കാനാണ് താങ്കളെ ഈ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ജെന്നിക്കുട്ടാ, എന്തോ ഞാനിപ്പോൾ എന്താ ഇതിന് മുകളിൽ വേറെ എന്താ പറയാ, നമുക്ക് എൻജോയ് ചെയ്യാൻ സത്യസന്ധമായിട്ട് പറയാം. നമുക്ക് വിഷമം തോന്നരുത്. ഒരു സോങ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതൽ വറീഡ് ആയിരുന്നത്, കൺസേൺഡ് ആയിരുന്നത് ജെനിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. അത് ആലോചിച്ച് പോവുക അറിയാണ്ട്. നമുക്ക് സോങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ട്യൂണൊന്നും നമുക്ക് മനസ്സിലേക്ക് കയറുന്നില്ല. മോള് ഭയങ്കര ഒരു വെപ്രാളത്തിലാണ് മുഴുവൻ പാട്ടും പാടി തീർത്തത്. അത് ഈ പറഞ്ഞമാതിരി ശ്രുതിയുടെ ആണെന്ന് തോന്നി. ചില സമയത്ത് തോന്നി എൻ്റെ ട്യൂൺ ശരിക്കും പഠിക്കാഞ്ഞിട്ടാണോ എന്ന് തോന്നി. അത് എന്താന്ന് വെച്ചാൽ, എനിക്ക് പാട്ട് കിട്ടിയപ്പോഴേക്കും ഇതിൻ്റെ വരി പഠിക്കാൻ തന്നെ ഞാൻ 1-2 ദിവസം എടുത്തു. കാരണം അത്ര എനിക്ക് മനസ്സിൽ വരുന്നില്ല. അപ്പോൾ വരി പഠിക്കുമ്പോൾ ട്യൂൺ മറന്നു പോവും, ട്യൂൺ പഠിക്കുമ്പോൾ വരി മറന്നു പോവും. എൻ്റെ മന്ദിരവാതിലിൽ നിന്നൊക്കെ പാടിയില്ലേ, അവിടെ ഇപ്പോൾ രണ്ടാമത് പാടിയപ്പോൾ മോള് വേറെ നോട്ടാണോ പാടുന്ന സംശയം എനിക്ക് പാടിയതേ. അപ്പോൾ അത് ശരിക്കും ഇങ്ങോട്ട് ഹൃദയസ്ഥമായിട്ടില്ല തോന്നുന്നു. അതായത് മോളെന്നെ പറഞ്ഞ മാതിരി വരി ഓർക്കുന്നതിൻ്റെയും ഒക്കെ കൂടി വെപ്രാളായിരിക്കണം. എന്തായാലും നമുക്ക് റീസൺ എന്തോ ആയാലും നമുക്ക് ഫൈനൽ റിസൾട്ടാണല്ലോ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ മോളിത് അവതരിപ്പിക്കുന്നു, എങ്ങനെ നമ്മൾ കേൾക്കുന്നു, നമ്മളെന്നുള്ളത് വേറെ വിഷയം. അത് കഴിഞ്ഞിട്ട് എത്രയോ ആളുകൾ കേൾക്കണം എന്നുള്ളതല്ലേ. ജെന്നി കുറച്ച് മുമ്പ് 2-3 എപ്പിസോഡ്സ് മുമ്പ് വളരെ കൂളായി മാറിയിരുന്നു, ഈസി ആയിട്ട് പാടാൻ തുടങ്ങിയിരുന്നു. ഈ റേഞ്ച് അല്ല പ്രശ്നം, ഇതിൽ മുകളിലുള്ള പാട്ടുകളൊക്കെ ജെന്നി പാടിയിട്ടുണ്ട് ഇവിടെ. അപ്പം മോൾക്ക് പാട്ട് ശരിക്കും അങ്ങോട്ട് പഠിച്ചിട്ടില്ല, ശരിയായിട്ടില്ല, ഉള്ളിലേക്കായിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രെയിം മാത്രമേ ജെന്നിയുടെ മനസ്സിലുള്ളൂ. അപ്പം അതിങ്ങനെ ഒരു വെപ്രാളം. എനിക്ക് സത്യത്തിൽ ജെന്നിയുടെ തുടക്കത്തിൽ വന്ന് നിന്ന് സുന്ദരി കുട്ടിയായി പാടി പല്ലവി അല്ലാതെ ബാക്കിയൊന്നും എനിക്ക് ഉള്ളിലേക്ക് പോയിട്ടില്ല. കണ്ണ അങ്ങനെ ഇനി വേണ്ട കേട്ടോ, അങ്ങനത്തെ ടെൻഷൻസ് വേണ്ട. അല്ലെങ്കിൽ ജെന്നി ആദ്യമേ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് തുറന്ന് പറയണം. അങ്ങനെ പറയാലോ. ഈ ഒരൊറ്റ റൗണ്ട് കൊണ്ട് ജെന്നി ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ട്രാവലല്ലേ, ഒരു ജേർണി അല്ലേ, നമ്മൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യണേ. എനിക്ക് ഈ പാട്ട് പറ്റണില്ല, എനിക്ക് വേറൊരു പാട്ട് വേണം എന്നുള്ളത് തുറന്ന് പറയാം. ഓക്കെ?
വിഷമം തോന്നരുത്. ഇല്ല പറയണ എന്തുകൊണ്ടാ വെച്ചാല് ഓർത്ത് വെക്കാനാണ്. ഇനി അടുത്ത തവണ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ പൊന്നെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മോളിപ്പോ പറഞ്ഞല്ലോ, അതായത് എനിക്ക് വരി പഠിക്കാൻ 2 ദിവസം എടുത്തു. അതിനുശേഷം പാട്ട് പഠിക്കുമ്പോഴത്തേക്ക് ആ പാട്ടും വരിയായിട്ട് എനിക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ലെന്ന്. പിന്നെ എന്തിനാ എടുത്തേ? അത് ഞാൻ ആ പല്ലവി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലേ, എന്തായാലും ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കംഫർട്ടബിൾ അല്ലേ, ഒരിക്കലും എടുക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പാടാൻ പറ്റാത്തൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, സാർ എനിക്കിത് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഞാനും മൊഴിയും. അപ്പോൾ അത് നമ്മൾ ക്ലവറായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പോയി തീർന്നില്ലേ. അപ്പം മോള് തന്നെ യു അഡ്മിറ്റ് യുവർ സെൽഫ് ദാറ്റ് എനിക്ക് എൻ്റെ ലിറിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ലിറിക്ക് ഹൃദയസ്ഥമാക്കാൻ പറ്റുന്നില്ല, ട്യൂണ് അങ്ങോട്ട് കയറുന്നില്ല മനസ്സിലോട്ട്. അപ്പൊ പിന്നെ എന്തിനാണ് എടുത്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. പാട്ടിൽ ശ്രദ്ധിക്കേണ്ട പാട്ടൊരു ഹോൾസം എൻറ്റിറ്റിയാണ്. പല്ലവി അല്ല പാട്ട്, അനുപല്ലവി അല്ല പാട്ട്, ചരണമല്ല പാട്ട്, ഞാനല്ല, എൻ്റെ മുഖമല്ല ഞാൻ, എൻ്റെ കൈയല്ല ഞാൻ, എൻ്റെ കാലല്ല ഞാൻ, എല്ലാം കൂടെ ചേരുമ്പോഴാണ്, അതിൻ്റെ കൂടെ ആത്മാവും കൂടെ ചേരുമ്പോഴേ പാട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ ഞാനാകുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു പാട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ യു ഷുഡ് ലീവ് ഇറ്റ് ഓഫ്. എന്തായാലും സാരമില്ല, ഇന്നത്തെ ദിവസം ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിന് എൻ്റെ മകൾക്ക് തന്നെ കൊടുക്കാൻ പോകുന്ന, മറ്റേ ഒരു സെൽഫിയെ പറ്റി ഒരു സ്വാമി പറഞ്ഞ പോലെ, എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ ഉപയോഗിച്ച് ഞാൻ തന്നെ എന്നെ കാണിക്കാനായി എടുക്കുന്ന പടമാണ് സെൽഫി എന്ന് പറഞ്ഞ പോലെ, ജെന്നി തന്നെ ജെന്നിയെക്കുറിച്ച് ഓർത്ത്, ജെന്നിയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് ഓർത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തിയാൽ ഏത് ഗ്രേഡ് കൊടുക്കാൻ പറ്റും? ചരണം ഞാൻ പാടിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ല, അങ്ങനെയല്ല മോളെ, ടോട്ടലി ചരണം. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ സോങ്. അതിനകത്ത് ഇന്ന് പാടിയതിൽ മോക്ക് എന്ത് കിട്ടുമെന്നാണ്, അല്ലെ മോള് സെൽഫായിട്ട് എന്ത് ഗ്രേഡാണ്, ഇങ്ങനെ ഒരു കുടം തന്നിരിക്കുകയാണ്, അതിനകത്ത് നിന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെന്നി ഇപ്പോൾ ആ സീറ്റിലാണ്, അടുത്ത സീറ്റിൽ ആളില്ലല്ലോ. ആ സീറ്റിൽ ജെന്നി ഇപ്പം ഇരിക്കുകയാണ്. ജെന്നിയുടെ പാട്ട് തന്നെ കേൾക്കുകയാണ്. എന്നിട്ട് ജെന്നിക്ക് മാർക്ക് കൊടുക്കാൻ പോവാ. എത്ര മാർക്ക് കൊടുക്കും? മാർക്കല്ല, ഗ്രേഡ് കൊടുക്കും. കം ഓൺ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കം ഓൺ. എനിക്കൊരു എ തന്നാൽ സന്തോഷമായിരിക്കും. എ തന്നാൽ സന്തോഷമായിരിക്കും. ചേട്ടാ, എന്താണ് നമ്മുടെ തീരുമാനം? എ തരാം, കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എ അല്ല, ആക്ച്വലി B+ ആണ്. ഈ പാട്ടിന് B+ ആണ്. പക്ഷെ മോള് ചോദിച്ചപ്പോഴത്തേക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് മനസ്സല്ലേ, ആ മനസ്സിനെ നൊമ്പരപ്പെടുത്തരുത്. അപ്പം അടുത്ത പാട്ട് വന്ന് പാടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ട്, ആക്ച്വലി യു ഡിസർവ് ഓൺലി B+, ബട്ട് വി ആർ ഗിവിങ് എ. മോക്കിഷ്ടം എ അല്ലേ? ഓക്കെ, സോ യു ആർ അവാർഡഡ് എ. താങ്ക് യു. വിരുപ്പം പാതി തയക്കം പാതി കടലിൽ ഒരു കാൽ കരയിൽ ഒരു കാൽ. അതാണ് മോള് പറഞ്ഞു, ഒരു എ കിട്ടിയാൽ എന്നാണ്. അതായത് ശരിക്കും B+ തന്നെയാണ് മനസ്സിലുള്ളത് അല്ലേ. അതിൽ നിന്ന് എ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയാൽ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. എന്തിനാണ്? ഒന്നുകൂടെ റിലാക്സ് ചെയ്ത് നന്നായി പാടാൻ. യു ഷുഡ് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ആൻഡ് കം ബാക്ക് ആൻഡ് ഫയർ. ഓക്കെ ഓക്കെ, കഡാൻസ് ലോനാപ്സ് പൂവറ്റ്സ്. So congratulations, you are awarded A grade. Thank you. All the best, Jenny. Thank you. இரவில் வருகிற திருடன் போலவே இதயம் நுழைந்ததே காதல் மனம் களவு போனதால் காலியாகி போனே. இரவில் வருகிற திருடன் போலவே இதயம் நுழைந்ததே காதல் மனம் களவு போனதால் காலியாகி போனே. രാഗമധു മഴ വിരിക്കാനെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട വൈഷ്ണവി കുട്ടി. വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. മാനഴകോ മയിലഴകോ മാമഴവിൽ ഏഴഴകോ തേനഴകോ മൊഴിയഴകോ. നമ്മുടെ ദേവി വന്നു, ദേവി കന്യാകുമാരി. സുന്ദരിക്കുട്ടി, എന്തോ ഉണ്ട്? സുഖം. സുഖമായിരിക്കുന്നോ? കാലത്ത് എന്ത് കഴിച്ചു? ദോശ. ഉച്ചക്ക് എന്ത് കഴിച്ചു? ഉച്ചക്ക് ചോറ്. ആണോ? ഏത് പാട്ടാ? ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ ഒരേ സ്വരം ഒരേ നിറം എന്ന പാട്ട്. ഇതൊക്കെ എവിടുന്ന് പിടിച്ചോണ്ട് വരുന്നോ എന്തോ ഈ പാട്ടിനെയൊക്കെ, അല്ലേ? ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ പാട്ട്. 2 ലൈൻ കേൾക്കട്ടെ. ഒരേ സ്വരം ഒരേ നിറം
മിടുക്കി. തട്ട് 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 തട്ടിക്കൊട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേ കാന്തതീരം കടൽ പെറ്റ പൂന്തിര പൂവിതറുമ്പോൾ ജീവനിൽ മൗനം കൂടുകൂട്ടി കടൽ പെറ്റ പൂന്തിര പൂവിതറുമ്പോൾ ജീവനിൽ മൗനം കൂടുകൂട്ടി ചക്രവാളങ്ങളിൽ ഒരു നിത്യനൊമ്പരം മാത്രം അണിയാതെ നിന്നു ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേ കാന്തതീരം വസന്തങ്ങൾ വീണമീട്ടുമ്പോൾ കതിരു കാണാക്കിളി തപസിരുന്നു ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോൾ കതിരു കാണാക്കിളി തപസിരുന്നു ഓർമ്മതൻ ചില്ലയിൽ ഒരു ശ്യാമ പുഷ്പം മാത്രം അലിയാതെ നിന്നു ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേ കാന്തതീരം ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേ കാന്തതീരം ഒരേ സ്വരം. നമസ്കാരം വിഷ്ണു. പിന്നോളെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഞെട്ടിക്കല്ലേ. ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ നിന്ന് പാടിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ കയറി. കാരണം ഒരേ നന
നനാനന, നനാന, നനാനന. ഇത്രയും എത്ര സ്ഥലത്താണ് ഇത് വരുന്നത്? അപ്പൊ ഇതിങ്ങനെ ആ പർട്ടിക്കുലർ പകാരിസ അവിടെ തന്നെ ടച്ച് ചെയ്ത് പാടണ്ടേ? എല്ലാ സ്ഥലത്തും മോള് പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. താങ്ക് യു സർ. ആ അനുപല്ലവിയിലുള്ള എൻഡിങ് പോർഷൻ പാടിക്കേ, ലാസ്റ്റ് പോർഷൻ. ചക്രവാളങ്ങളിൽ ഒരു നിത്യനൊമ്പരം മാത്രം. അവിടെ മാത്രം എനിക്കൊരു അതെങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള എങ്ങനെയാണ്? ഒരു നിത്യനൊമ്പരം മാത്രം അലിയാ. ആ നൊമ്പരം. ഒരു നിത്യനൊമ്പരം മാത്രം. തരരാരരിരരിരരി. ഒരു നിത്യനൊമ്പരം അത് മാത്രം. തന്നെ. ആ നൊമ്പരത്തിൽ ഒരു ചെറിയ കിടുക്കാമണി വന്നെന്നുള്ള ഒഴിച്ചാല് ബാക്കിയെല്ലാം ചരണത്തിൽ വേറെയാണല്ലേ, വേറെ ട്യൂൺ വേറെയാണ്. അവിടെ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും മാത്രം ഒരേ പിന്നെയും കയറണ്ടേ തെങ്ങയില്? ഇത് തെങ്ങേക്കയറുക ഇറങ്ങുക, പിന്നെ താഴെ വന്ന് ഏറ്റവും താഴെ വന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ വീണ്ടും തെണ്ട കിടക്കുന്നു അങ്ങോട്ട് തന്നെ. നന്നായിരുന്നു നമ്മളെ. ഇതൊക്കെ ഈ പാട്ടൊക്കെ കേട്ടിട്ട് എത്ര നാളായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ വർഷങ്ങളായി അല്ലേ മീനുട്ടി? മീനുട്ടി കേട്ടിട്ട് ഒത്തിരി വർഷമായി. മീനുട്ടി പറയായിരുന്നു എന്താ ഇതെന്ന്. ഇതൊക്കെ റെയർ കമ്പോസിഷൻസ് ആണ്. ഇതാരാ മോളെ മ്യൂസിക് സംഗീതം? AJ ജോസഫ് സാർ. അദ്ദേഹം അല്ലേ പിന്നെ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ ചെയ്ത് യഹൂദിയായില്ലേ? അറിയോ ആ പാട്ട്? അത്ര അറിയില്ലെങ്കിൽ എന്നാലും യഹൂദിയായില്ലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു വജപാലകർ. അല്ല എനിക്കിവിടെ തെറ്റിച്ച രാപ്പാർത്തിരുന്നു വജപാലകർ അജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. ദേവനാദം കേട്ടു ആമോദരായി. വെരി ഗുഡ്, വെരി ഗുഡ്. അദ്ദേഹം ചെയ്തൊരു പാട്ടാണ്. ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സോങ്സ് ആണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആരാണെന്നൊരു സംശയം തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ മോള് നന്നായിട്ട് പാടി, രസമായിരുന്നു. എക്സെപ്റ്റ് ആ നൊമ്പരം മാത്രം, ഒരു ചെറിയ നൊമ്പരം എനിക്കിവിടെ ആയി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഞാനിപ്പോ എന്തായി? ആമോദനായി എന്ന് പറഞ്ഞാൽ മനസ്സിലായ അർത്ഥം? ഏറെ സന്തോഷവാനായി എന്നർത്ഥം. അതിന് കാരണം എന്താ? ഉസ്താദ് അല്ലയോ, ഉസ്താദ് അല്ല. ഇങ്ങനെയൊക്കെ പാടിയാൽ നമ്മൾ ഉസ്താദിനല്ലേ പാടാൻ പറ്റൂ? ഉസ്താദ് വൈഷ്ണവി KV എന്നൊക്കെ അറിയപ്പെടും ഇനി ഫ്യൂച്ചറിൽ. അങ്ങനെ വാ അരെ ഉസ്താദ് വാ വാ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പാട്ട് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കയറുന്നത് കേട്ടാ. ആ ഒരേ സ്വരം അവിടെ ടേക്ക് ഓഫ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. അപ്പൊ ശ്രീമാരേട്ടൻ എന്നെ നോക്കി, ഞാനും അങ്ങോട്ട് നോക്കി, സിത്തു ഇടയ്ക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ അതാണ് ആ ടേക്ക് ഓഫ് നമുക്ക് പിടികിട്ടി എന്നുള്ളതാണ്. ഒരേ സ്വരം, ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യാംബരം. അപ്പൊ ആ ടേക്ക് ഓഫ് കൊണ്ടുവരാൻ പറ്റുന്ന പാട്ടുകാരിയാണ് റിയൽ പാട്ടുകാരി. അപ്പോ വൈഷ്ണവിക്കുട്ടി ആരാണ്? ദ റിയൽ പാട്ടുകാരി ആരാണ്? റിയൽ പാട്ടുകാരി. ഓരോ ഇടങ്ങളും വളരെ ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ നൊമ്പരത്തിലുള്ള നോട്ട് മാറിപ്പോയെങ്കിലും അതൊന്നുകൂടെ ഒറിജിനൽ കേട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ തന്നെ പോയി പഠിച്ചോളൂ. അങ്ങോട്ട് പോകുമ്പോ തന്നെ ഒന്നുകൂടെ കേട്ട് പഠിച്ച് അത് തൃപ്തിയോടുകൂടി പഠിച്ചോളൂ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ പഠനം നിർത്താൻ പാടില്ല. അതാണ് നമുക്ക് എപ്പോഴും വേണ്ട കാര്യം. എന്താ ലൈഫിൽ? പഠിച്ചോണ്ടേയിരിക്കണം. പഠിച്ചു എന്ന് തോന്നിയാൽ എന്താ കുഴപ്പം?
പിന്നെ ഇമ്പ്രൂവ് ചെയ്യില്ല എന്നർത്ഥം. മ്യൂസിക് അങ്ങനെയല്ലേ, കടൽ പോലെയല്ലേ, നമുക്ക് എന്തോരം അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇച്ചരെ അല്ലേ അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ, അതിലും ഇച്ചരെ അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം മനസ്സിലാക്കാത്ത കാര്യത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലായ പോലെ ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് അനുസരിച്ചുള്ള ഗ്രേഡുകളും കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എന്നാ എന്തോ അസലായിട്ട് പാടും. താങ്ക് യു മാം. നല്ല ശബ്ദമാണ് മുത്തിൻ്റെ കേട്ടോ. അപ്പം അതിലിങ്ങനെ എന്ത് പാട്ട് പാടുമ്പോഴും അപ്പം ആ ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരേ സ്വരം എന്നുള്ളത് അങ്ങനെ ബാങ് ഓൺ ആ പിച്ചിൽ കറക്റ്റായിട്ട് പാടിയതാണ്. അതുകൊണ്ടാണ് എല്ലാം ഇമ്പ്രസീവായി തോന്നി. ആ തുടക്കം അങ്ങനെയായി. നല്ല എപ്പോഴൊക്കെ അത് പാടിയോ അപ്പോഴൊക്കെ അത് ഭംഗിയായിട്ട് പാടി. ചക്രവാളങ്ങളിൽ ഒരു നിത്യനൊമ്പരം മാത്രം അണിയാതെ നിന്നു, ഒരേ സ്വരം ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യാംബരം. പിന്നെ നൊമ്പരം എന്നുള്ളത് പറഞ്ഞില്ലേ, പിന്നെ ആ അല്ല പല്ലവിയുടെ ഏറ്റവും അവസാനം പെയ്യാത്തൊരേകാന്ത തീരം എന്നുള്ളത് ഒറ്റ തവണ പാടിയപ്പോൾ മാത്രം ഒരു ഇത്തിരി വെച്ചിൻ്റെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. അത് ഈ പാട്ട് അത്ര എളുപ്പമല്ല പാടാൻ. അതാണ് പ്രധാനമായിട്ടുള്ള കാരണം. അതിൻ്റെ നോട്ട്സ് ഇങ്ങനെ ദൂരെയാണ് കിടക്കുന്നത്. അപ്പം മോൾ അത് കറക്റ്റ് പോയിട്ട് ഓരോ നോട്ട്സിലും ഇങ്ങനെ എത്തിച്ച് പാടുന്നതൊക്കെ ഭയങ്കര ഇമ്പ്രസീവാണ്. ഒരുപാട് സംഗതികളായിട്ടല്ല, ആ സംഗതികൾ പാടുന്നതിന് അത്ര തന്നെ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അതിലും ഡിഫിക്കൾട്ടാണ് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് നോട്ട്സ് പാടുക എന്ന് പറയുന്നത്. അത് മോള് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു കേട്ടോ. ചക്കരയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഇന്നൊരു വലിയൊരു പ്രശ്നം പറ്റിയോ? പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളെ ഇരുത്തിരിക്കുന്നത് തന്നെയല്ലേ, ഒരു നൊമ്പരം മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് അത് ശരിയല്ല. അത് ശരിയല്ല. ഒരു 4-4 തന്നാലേ ഞങ്ങൾക്ക് പകുത്ത് പറയാൻ പറ്റും. അതാണ് കുറച്ച് അടുത്ത പ്രാവശ്യം തരാൻ പാടില്ല. ഈ ഒട്ടും തരാൻ മറ്റേതെന്ന് പറഞ്ഞാൽ കുറ്റം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. എന്തൊക്കെ കുറ്റങ്ങളുണ്ട്. ശ്രീമാനായിട്ട് ഒരു 40%, ഞാൻ ഒരു 30%, അവിടെ ഒരു 30%. ചിലപ്പോ സിത്തു അവസാനം നമ്മൾ രണ്ടുപേരും പറഞ്ഞതിന് ശേഷം കുറ്റം ഒന്നുമില്ല എന്ത് പറയുന്ന പോലെ സിത്തുവിന് അറിഞ്ഞത്. സിത്തു മിക്കവാറും മൂന്നാമതേ സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളൂ. അതാണ് സാർ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എനിക്ക്. ഇനി തൊട്ട് ആദ്യം അങ്ങ് സംസാരിക്കും. ആദ്യം അതാണ്. ഇനി പോലെ സിത്തുവിന് ആദ്യം നമ്മൾ അവസരം കൊടുക്കാൻ പോകും. സിത്തുവിനെ അപ്ഗ്രേഡ് ചെയ്തു ബിസിനസ് ക്ലാസ്സിലേക്ക്. താങ്ക് യു സർ. എനിക്ക് വേണ്ട, ഞാൻ അവസാനം കുറ്റം പറയാണ്ടിരുന്നോളാം. അപ്പൊ കുറ്റം പറയാൻ പറ്റാത്തത് ഒരു വലിയ പ്രശ്നമായിപ്പോയി എന്നാണ് ലുലൂസ് പറയുന്നത്. അതുകൊണ്ട് കുറ്റമില്ലാത്ത പാട്ടിന് അൾട്ടിമേറ്റ് കൊടുക്കണം എന്നാണ്. താങ്ക് യു സാർ. ആരെ വേണം? ലോനപ്പനെങ്കിൽ. എങ്കിൽ വിളിച്ചോ. ലോനപ്പം പിള്ളേ. ലോനപ്പം പിള്ളെ വിളിച്ചോണ്ട് പുള്ളി ഇറങ്ങി വരും. അതുപോലെ ലോനപ്പം പിള്ളെ അടി പൂക്കുറ്റി എന്ന് പറ. ലോനപ്പം പിള്ളേ അടി പൂക്കുറ്റി. അയ്യ അങ്ങനെ വെക്കി പൂക്കുറ്റി എന്ന് പറ. വെക്കി പൂക്കുറ്റി ചേർത്ത് പറ. ലോനപ്പം പിള്ളേ വെക്കി പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് അൾട്ടിമേറ്റ്. താങ്ക് യു സർ. വൈഷ്ണവി, ഓൾ ദി ബെസ്റ്റ്. തൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചിൻ കണ്ണാടി, തൊട്ടൊടിഞ്ഞു നോക്കാതെടി, തൊട്ടു തൊട്ടു പൊന്നുമണി. പ്രേക്ഷകരുടെ പ്രിയ ഗാനസന്ധ്യയിലെ സൂര്യപ്രഭ. വെൽക്കം സൂര്യനാരായണൻ ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തകർത്തഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്നു എന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഉണ്ണിമേനോൻ സാറാണ്. ഉണ്ണിമേനോൻ സാറിൻ്റെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോമ്പറ്റീഷനിൽ പാടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പുതുമയുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്റ്റൈലായിരിക്കുന്നല്ലോ, ഒരു യമണ്ടൻ സ്റ്റൈലായിരിക്കുന്നല്ലോ. ഇപ്പൊ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബാങ്കിലെ ഒരു മാനേജറാണോ അതോ അല്ലെ ഒരു ബാങ്കിൽ GM ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ലെവൽ. താങ്ക് യു. ഏത് പാട്ടാ? വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതം. അതായത് പാട് കേട്ടോ. മനസ്സിൽ ഒരേ ഒരു ചിന്ത ഏതാണ്?
പാട്ട് മാത്രം. ആ വേറൊന്നും ചിന്തിക്കരുത്. ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ. മനസ്സിലായല്ലോ? എന്നിട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് നീ തന്നെ ഗ്രേഡ് പറഞ്ഞു. MG ഞങ്ങളെ ഇപ്പൊ എല്ലാവരുടെയും സ്കൂളൊക്കെ അടച്ചല്ലോ. അപ്പൊ സൂര്യന്റെ നേതൃത്വത്തിൽ ഇവിടെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നത്. ഇവിടെ ടോപ്പ് സിംഗർ ബോയ്സ് എല്ലാരും കൂടെ കൂടിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കണ്ടെന്ന് അറിഞ്ഞല്ലോ. എന്താണ്? നമുക്ക് LED വാളിൽ കാണാം. പിന്നെന്താ? എക്സാം ഒക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ അടച്ചു. ഞാൻ എൻ്റെ വെക്കേഷൻ നാട്ടിലൊക്കെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ക്ലബിലൊക്കെ കളിക്കാൻ വേണ്ടി ചേട്ടന്മാരോടെ കളിക്കാനൊക്കെ. നീ അവിടെ സൂര്യമാധവ? ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെ ഷാർജയിലോ? ഷാർജയിൽ ക്രിക്കറ്റ്, ഫുൾ ക്രിക്കറ്റ്. അവിടെ ഷാർജ സ്റ്റേഡിലൊക്കെ നീ പോയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ ഇടയ്ക്ക് മാച്ചൊക്കെ ഉണ്ടാവും, അത് കാണാം. വലിയ സ്റ്റേഡിയം, അടിപൊളിയാണ്. സൂപ്പർ. നീ ഒരു സ്ത്രീ പോ. ഞങ്ങള് നാട്ടില് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട്. പാലക്കാട് വെയിലത്ത്. ഞങ്ങളൊക്കെ തീ കുരുത്തവനാടാ, വെയിലത്തൊന്നും പാടില്ല ഞങ്ങൾ. അങ്ങനെ വെടിയൊന്നും പൊട്ടണ്ട, ഞാൻ സത്യം തന്നെ പറഞ്ഞ. വേണമെങ്കിൽ നീ നാട്ടിലോട്ട് പോവാ, വരുന്നുണ്ട്. ഞാന് ക്രിക്കറ്റ് കളിക്കാൻ പോകും, പിന്നെ ഇടക്കിടക്ക് ചൂണ്ടിടാൻ അനിയനും കൂട്ടുകാരെല്ലാരും നിന്നെ അവിടെ എപ്പോഴും കാണുന്നത്. നീ ഇവിടെ ദിവസം? ഞാനോ? ഞാൻ ഷട്ടിലായിക്കോടാ. എന്നെ കൊണ്ട് അതൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ, അത് വേറെ. അപ്പൊ ഞങ്ങൾ ടോപ്പ് സിംഗേഴ്സ് എല്ലാവരും കൂടെ വെയിലത്തിറങ്ങുന്ന പരിപാടിയേ ഇല്ല, മൊത്തം പാട്ടിൽ കോൺസെൻട്രേഷൻ. അതിൻ്റെ കൂടെ സ്വല്പം ബോഡി ബിൽഡിങ്. സത്യമായിട്ട് ഞാൻ ചുമ്മാ അറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്നു. അപ്പോൾ ടോപ്പ് സിംഗറിൽ മസിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ 5 പേരും ഇപ്പോൾ ഇവിടെ ഇത് ക്ലബിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ തേജസ് നീളം വെക്കാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ്. ബാക്കി പോട്ടെ. നമ്മുടെ സൂര്യമഹാദേവൻ ചെസ്റ്റ് ഒന്ന് മസിലാക്കാൻ വേണ്ടി ഇപ്പോൾ കഠിന പോരാട്ടത്തിലാണ്. പിന്നെ ഇവിടെ സൂര്യനാരായണൻ എന്തോ ചെയ്യുക? ഓ, ആംസ് റെഡിയാക്കാം. നമ്മുടെ ആദിത്യൻ മസിലിൻ്റെ അളിയൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ജിമ്മിൽ കഠിന പോരാട്ടത്തിലാണ് ഫോർ മ്യൂസിക് മസിൽസ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങളിവിടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രീഭുവിന് കുറേ മസിൽസും പിന്നെ നമ്മുടെ സൂര്യമഹാദേവന് ഇച്ചിരി സിക്സ് പാക്കും ഒക്കെ വന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യത്തിന് ഇച്ചിരി മസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ബോഡി ഷോ ആണ്. ബോഡി ഷോ. അപ്പോൾ ഇനി നമ്മുടെ ബോഡി ഷോ. കണ്ണഞ്ചുന്നൊരു നാടുണ്ടിങ് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. പോരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുമ്പേയുള്ളിവൻ ആരാണ്? അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം. ടാറ്റാ. തേജസിന്റെ ഒക്കെ അല്ല, ഇതിനകത്ത് ഉണ്ടായിരുന്ന ആരൊക്കെയാന്ന് കേറി ഇതിനകത്ത് കയറി വായോ, എവിടെ വായോ? സൂര്യമഹാദേവന് 6 പാക്ക് അല്ല, ഒറ്റ പാക്കാ. അപ്പൊ നല്ല കാര്യമാണ് കേട്ടോ, ഇത് വളരെ നല്ല കാര്യമാണ്. ബോഡി ബിൽഡിംഗ് ഒക്കെ കൊള്ളാം, വെയിലത്ത് പോവാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ തല വിയർത്താൽ എന്താകും? ശബ്ദം അടയ്ക്കും. അതും കൂടെ ആലോചിച്ചോണം. അധികമായാൽ അമൃതം വിഷം. കുറച്ച് സമയം പോവുക. ഒരുപാട് സമയം ബോഡി ബിൽഡിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം ശബ്ദം അടയ്ക്കും. ഓക്കെ, എവിടെ ഇത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്ര മണിക്കാ പോകുന്നത്? വൈകിട്ടൊക്കെ ഒരു 5 മണി, രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ. ഓ, 2 നേരം ഉണ്ട്.
ചുമ്മാ ഈ ഷൂട്ടിന് വേണ്ടിട്ട് ഒരു തവണ പോയി അതിന്റെ തള്ളു. ലൈവായിട്ടൊന്ന് ജിമ്മിന്റെ ഇന്ന് കാണിച്ചു. തേജസ് എന്താ ചെയ്തായിരുന്നു? അതിന്റെ മുകളിൽ തൂങ്ങി കിടക്കാൻ നോക്കണ്ടല്ലോ. അവന് കാലം എത്തുന്നില്ല. ലൈവായിട്ട് അഭിനയം നൂരിട്ടൊന്ന് കാണിച്ചു. എല്ലാരും ചെയ്യാം. അങ്ങനെ വേണ്ട, നീ മാത്രം മതി. ഞാൻ മാത്രം അങ്ങനെയാണെങ്കിൽ വേണോ സാറേ? അല്ല, ഇവൻ പാടാൻ പോവില്ലേ, അപ്പൊ അവന്റെ അടുത്ത് പറയുന്നത് ശരിയല്ല. നിങ്ങളെല്ലാരും ഒന്ന് കാണിച്ച് നിങ്ങളെ നോക്കട്ടെ. ശരിക്ക് അതിനകത്ത് വ്യക്തമായില്ല. വെറുതെ കാണിച്ചാ മതി. ഉടുപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ മസിൽ കാണിക്കും. ആദിത്യ മൈക്ക് 3 നിക്കണോ ചക്കര. റെഡി, 1 2 3 4. എന്തോ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച കണക്കായി ഇപ്പൊ പാവങ്ങള്. ഈ ആദിത്യനാണ് കേട്ടോ. അവരൊക്കെ മര്യാദക്ക് നിന്നായിരുന്നു. കാണിക്കുന്നു. ഈശ്വരാ, ഓടി രക്ഷപ്പെടണാവും നിനക്ക് നല്ലത്. ജിമ്മിൽ പോയിട്ട് നമ്മളെ വിരട്ടുക. കാരണം നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്ക് A+ എന്ന് പറഞ്ഞാ ഇങ്ങനെ കാണിക്കാൻ വേണ്ട. അതൊക്കെ ചെയ്ത് ഒപ്പിച്ചിട്ട് അവൻ നോക്കി ഷർട്ടും കോട്ടും ഇട്ടിട്ട് അവൻ കണ്ടസ്റ്റന്റ് ആയി പോയില്ലേ. നീ രക്ഷപ്പെട്ടു. പാടിക്കും. ഓക്കെ. അപ്പൊ രക്ഷപ്പെട്ട സന്തോഷത്തിൽ സൂര്യ നന്നായിട്ട് പാടിക്കോടാ. താങ്ക് യു. ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. കരയിലും വിളിത്തളികയിൽ വിരുന്ന് വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ, ഋതുമരിപ്പുഴ കരയിലും വിളിത്തളികയിൽ ഓ വിരുന്ന് വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ, ഒരു നുള്ളു പൂമണം തേടി അതുവഴി പോകും തെന്നലെ കൊണ്ടുതരും ഒരു മുളം തണ്ടിൽ മധുരവും മണവും, വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ.
പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു നിസനിനി പമഗമഗ ഗസനി നിസമഗ ഓ സംഗീതമേ காற்று ஒன்று ரீங்காரம் செய்யுதே கண்ணோரம் சொப்பனங்கள். സിത്തുവിന് ഒരു നമസ്തേ. എന്തൊരു കഷ്ടം നോക്കണം, ഞാൻ മിണ്ടാതിരുന്നാലും. അയ്യോ എം ജി ഇനി സിത്തു മൊഴിഞ്ഞാലും സിത്തു കരിഞ്ഞാലും സാറ് സൂര്യ നല്ലായിരുന്നുടാ, എനിക്കിഷ്ടപ്പെട്ടു. രസമായിട്ട് പാടി നീ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ശരിയല്ല ആദ്യം 2 കുറ്റം പറയണം. കുറ്റം പറയാൻ വരികയാണ് സാർ, അത് ശീലായി പോയി. ശരി, ഞാൻ പഠിച്ചു വരണേ ഉള്ളൂ. എന്റെ ജഡ്ജ്മെന്റിന് മാർക്കിടാനിരിക്കാം. എനിക്ക് തോന്നിയതേ മോനെ, ഇന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യം പോസിറ്റീവ് കാര്യങ്ങൾ വരട്ടെ. ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, ശബ്ദത്തിന്റെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. സൂര്യൻ ഭയങ്കര കൂളായിട്ടാണ് പാടിയത്. എനിക്ക് ആകെ ഒരു തോന്നിയ കാര്യം എന്താ വെച്ചാല്, അനുപല്ലവിയില് അവസാനിക്കുന്ന പോർഷൻസ് ഒക്കെ പാടിയില്ലേ, അതിന്റെ ട്യൂണ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എനിക്ക് ഒറിജിനൽ അത്ര എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അങ്കിൾമാർ രണ്ടുപേരും പറയുമായിരിക്കും, പക്ഷെ അത് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല സൂര്യൻ പാടുന്ന സമയത്ത്. പിന്നെ പാടി വരുമ്പോൾ അതിലൊരു സംശയമുള്ള പോലെ നമുക്ക് ചില ട്യൂൺ കേൾക്കുമ്പോൾ പരിചയമില്ലാത്ത പാട്ടുകളാണെങ്കിൽ പോലും, ഒട്ടും കേൾക്കാത്ത പാട്ടുകളാണെങ്കിൽ പോലും നമ്മൾ ടോട്ടലി എൻജോയ് ചെയ്യും. ഇത് ശരിയല്ല. ഒരു ജഡ്ജ് ഒരിക്കലും അറിഞ്ഞൂടാ എന്ന് പറയാൻ പാടില്ല. അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, അറിഞ്ഞൂടെങ്കിലും അഭിനയിക്കെങ്കിലും വേണം. എല്ലാം അറിയുന്നവരാണ് ജഡ്ജസ് എന്നൊരു ധാരണ പൊതുവെ അങ്ങോട്ട് കൊടുക്കണം. അതാണ് ജഡ്ജസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ടിപ്പ് നമ്പർ 2. ഞാനങ്ങ് തുടങ്ങിയാൽ മതിയായിരുന്നു. അതല്ലേ പറഞ്ഞ സാർ. അല്ല, മര്യാദക്ക് ഞാൻ തുടങ്ങിയ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ, എനിക്ക് ഇവർ രണ്ടുപേരും കൂടെ കിടന്ന് അടിയായി. ഒരു തീരുമാനത്തിലെത്ത്. അപ്പം അങ്ങനെ തോന്നി സൂര്യൻ പാടുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവുള്ളത് പോലെ. കോൺഫിഡൻസിന്റെ പ്രശ്നമാണ് ആ സ്ഥലത്ത്, എന്താണെന്നറിയില്ല. പാടുന്നുണ്ട് സൂര്യൻ, പക്ഷെ അതിന് ഡെഫിനേഷൻ ഇല്ലാത്ത. ഒന്നാമത് അവിടെ ട്യൂൺ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊന്ന് പാടി കേൾപ്പിക്കോ സൂര്യ? ഋതുമതിപ്പുഴ കരയിലം വെളിത്തളികയിൽ വിരുന്ന് വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ ഒരു നുള്ളു പൂമണം തേടി അതുവഴി പോകും തെന്നലേ ഒരു നുള്ളു ഒരു നുള്ളു പൂമണം തേടി അതുവഴി ശ്രുതി, അവിടെ ഓരോ നോട്ട്സ് ശ്രുതി. അതുവഴി ഒരു നുള്ളു പൂമണം തേടി അതുവഴി പോകും തെന്നലെ കൊണ്ടു തരൂരു മുളം തണ്ടിൽ മധുരവും. അങ്ങനെ വരില്ല. ആ നോട്ട്സ് എന്താണ്? സ്ലോ ആയിട്ട് പാടി. കൊണ്ടു തരൂരു മുളം തണ്ടിൽ മധുരവും. അത് ആ പാട്ടിന്റെ തുടക്കത്തിലെ നോട്ട്സ് തന്നെ വരുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ? ആ കോച്ചിട്ട് ചേർന്ന് വരുമ്പോ അതൊരു സുഖല്യായ്മ തോന്നുന്നു. എങ്ങനെയാ ഫ്രാൻസേട്ടാ, ഹെറോൾഡേട്ടാ, ഇങ്ങനെ തന്നെയാണോ അതിന്റെ നോട്ട്സ്? സിത്തു, നമുക്ക് ആ ഒറിജിനൽ ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് കറക്റ്റ്. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു കളഞ്ഞേട്ടാ. എന്റെ കുഴപ്പം മാത്രമല്ല, അതാണ്. പഠിക്കേ. ഒരു നുള്ളു പൂമണം തേടി അതുവഴി പോകും തെന്നലെ കൊണ്ടു തരൂരു മുളം തണ്ടിൽ മധുരം. പഠിച്ചതിന് വ്യത്യാസമുണ്ട് കേട്ടോ. കൊണ്ടു തരൂരു മുളം കൊണ്ടുതരുമൊരു മുളം തണ്ടിൽ കൊണ്ടുതരൂരു മുളം തണ്ടിൽ മധുരവും മണവും. പാട്.
കൊണ്ടു തരുവൊരു മുളം തണ്ടിൽ മധുരവും മണവും. ഇത് വരണമായിരുന്നു. നേരത്തെ വന്നിരുന്ന ഒരു അവിയൽ രൂപത്തിലാണ് വന്നത്. എന്താന്നേ മനസ്സിലാവില്ല. ഇപ്പം അങ്കിള് പാടി കേൾപ്പിച്ചില്ലേ തിരിച്ച്, അപ്പോഴും നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതായിരിക്കും നമുക്കൊരു തോന്നലുണ്ടാവുന്നില്ലേ? ഒരു പാട്ടിന്റെ കോമ്പോസിഷൻ കേൾക്കുമ്പോൾ ഇതായിരിക്കും അവിടെ എന്നുള്ളത്. ആ കോച്ചും അവിടുത്തെ നോട്ട്സും നമ്മൾ ചേർന്ന് വരണ്ടേ, പക്ഷെ അങ്ങനെ തോന്നുന്നില്ല എന്ന് സൂര്യൻ പാടുമ്പോൾ. അപ്പം അത് ശരിയാണ് പറഞ്ഞത്, കണ്ടുപിടിച്ചത് ശരിയാ. ആ ഒരു സാധനം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ സ്ഥലം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താ പറ്റിയ അവിടെ ഇത് തന്നെയാണോ എന്ന് തോന്നും. ബാക്കിയൊക്കെ നല്ല കൂളായിട്ട് പാടി സൂര്യൻ. നമ്മളെ മറ്റു സംഗതി ഒന്നും വന്നില്ല അല്ലേ? അടിപൊളി. ഓക്കെ മുത്തേ, ഗോഡ് ബ്ലെസ് യു. എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. അത് എന്നാണോ ഒന്ന് അങ്ങനെയാണോ? അല്ല പാട്ടല്ലേ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്വരം അതിങ്ങനെ നിസ നീ പമ എന്നല്ലേ പാടിയ? നിസ നീ പമ അങ്ങനെയാണോ? നിസ നീ പമ എന്നാണോ? ഇതാണ് രണ്ടാമത് പാടിയതാണോ? ആണോ? കാരണം വയലിനിൽ അങ്ങനെയല്ല വായിക്കുന്നത്. നിസ നീ പമ ഗ മ ഗ ഗ സ നീ എന്നാ വായിക്കണം അല്ലേ? ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? അത് നിസ നീ പമ ഗ മ ഗ സ നീ എന്നാ അവിടെ വായിക്കുന്നത്. പാടുന്നത് നിസ നീ പമ എന്നാണ്. അത് ഒറിജിനൽ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ കമ്പോസർ ഉദ്ദേശിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഒക്കെ ആയിരിക്കാം. എനിക്ക് അറിഞ്ഞൂടാ, അത് എസ് പി വെങ്കടേഷ് സാറിന് ചോദിക്കണം. സാറിപ്പോ പാടി കൊടുത്ത അതിലും ഫ്രൈസിലും 2 നിഷാദം ഉണ്ടല്ലോ അല്ലെ? അനുപല്ലവിയിലും. അപ്പൊ അത് തന്നെ ആയിരിക്കും, അത് തന്നെ ആവാനാണ് ചാൻസ്. അപ്പൊ അങ്ങനെ പാടിയ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. എങ്ങനെ പാടും? നിസ നീ പമ നിസ നീ പമ നിസ നീ നിസ നീ പമ ഗ നിസ നീ പമ ഗ മ ഗ ഗ സ നീ സ മ ഗ പാട നിസ നീ പമ ഗ മ ഗ ഗ സ നീ സ മ ഗ. ഓ സംഗീതമേ ഓ സംഗീതമേ സംഗീതമേ എന്ന് പാടുന്നത് തായാണ് താ. ഓ സംഗീതമേ അതാണ്. അപ്പൊ സംഗീതാവും കേട്ടാ. അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസ് ഇതിനകത്ത് വന്ന് പെട്ടല്ലോ കണ്ണാ. എന്തരടേ അങ്ങനെ അങ്ങനെയൊക്കെയാണ്? നീ വലിയ പാട്ടുകാരനല്ലേ? അങ്ങനെയൊക്കെ വരാമോ? എന്തരടേ അടി കൊള്ളാം കേട്ടാ. ചേട്ടാ ഒരു അടി കൊടുത്തേക്ക്. അവന് അടി കൊടുത്തില്ലേ? കാരണം കൊടുക്കാൻ പോയത് ആദ്യം. അപ്പൊ അവന് പാടാൻ നിൽക്കുന്നോണ്ട് കൊടുത്തില്ല. അവനെ പാട്ട് നീ തുടങ്ങിയപ്പോഴത്തേക്ക് ഗംഭീരമായിട്ട് വന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഉള്ള ടോട്ടൽ കൺഫ്യൂഷൻസ് ഇതിനകത്തുണ്ടായി. ഇവൻ ആ പാട്ട് കേട്ടപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഏത് നോട്ടാണെന്ന്. നമ്മൾ പ്ലേ ബാക്ക് ചെയ്തല്ലോ, അത് കേട്ടപ്പോഴും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ. പിന്നെ കുട്ടൻ അതിനകത്ത് നിന്ന് ആധികാരികമായിട്ട് കണ്ടുപിടിച്ച് ഉറപ്പിച്ചു സംഭവം ഇതാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് എൻ്റെ സാധനം. ആകെ മൊത്തം ഒരു ചെറിയ കൺഫ്യൂഷൻ ആ അനുപല്ലവിയിലും ചരണത്തിലും ഉണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നിന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം 1 നിന്റെ നടി വാങ്ങിച്ചില്ല. 2 നിന്റെ മറ്റേ സാധനം വന്നില്ല, വെള്ളി. അത് ഒട്ടും വന്നില്ല. വോയിസ് നല്ല ക്ലിയർ ആയിരുന്നു. അപ്പം ഓരോന്നും പെറുക്കി പെറുക്കി പാടുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓരോന്നും. ഇങ്ങനത്തെ ഈ കൺഫ്യൂഷനാണ് ഇതിനകത്ത് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം. അപ്പം അതിൻ്റെ കൺഫ്യൂഷൻ മാറ്റണമേ എന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ, പാടി നന്നായിട്ട് പാടി. പക്ഷെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും നിനക്ക് കിട്ടുമ്പോൾ പോണ ഒരു ഗ്രേഡ്? എന്ത് നമ്മള് സെൽഫ് അസസ്മെന്റ് ആണ്. ഈ റൗണ്ട് തൊട്ട് തുടങ്ങാണ്. നമ്മുടെ പ്ലസിന് മുൻതൂക്കം കൊടുക്കും. മൈനസൊക്കെ നമുക്ക് പിന്നെ പ്ലസ് ആക്കാടേ. മൈനസും എന്തുണ്ടെന്ന് മനസ്സിലാക്കണം, സ്വന്തമായിട്ട് മനസ്സിലാക്കണം. ആരെ പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റും, നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പറ്റിക്കാതെ കൃത്യമായിട്ടുള്ള നമ്മുടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഗ്രേഡ് ഏതായിരിക്കും പറഞ്ഞു. കാരണം അത് മനസ്സിൽ എന്താണ് വരുന്നതെന്ന്. കാരണം ഞാൻ ഇന്ന് ഇങ്ങനെ പാടി, അതിന് എനിക്കിത് ഈ ഒരു ഗ്രേഡ് കിട്ടും പറഞ്ഞു. 1 2 ഇല്ല അത് മോനെ എന്നെ മനസ്സിലാക്കണം. ഇത് ഞങ്ങളൊരു കളിയായിട്ട് പറയുന്നതല്ല. ഞാൻ പാടിക്കഴിഞ്ഞാൽ എനിക്കറിയാം, ഓ അവിടെ പോയി ഇവിടെ പോയി, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാവും. അങ്ങനെ നന്നായ കാര്യങ്ങളും മനസ്സിൽ വെക്കണം. അതെ, എന്തൊക്കെ പോസിറ്റീവ്സ് ആയി. ഞാൻ നന്നായിട്ട് പാടിയല്ലോ, മറ്റിടത്ത് പോയല്ലോ, അപ്പൊ എന്തായിരിക്കും ഒരു ഗ്രേഡ് എനിക്ക് തരും? നീ ആദ്യം പറഞ്ഞു A+ എന്ന്, പിന്നെ ഓരോന്ന് താന്നു വരികയാണ്, കോൺഫിഡൻസ് കുറഞ്ഞു വരികയാണ്. കോൺഫിഡൻസ് കൂടി.
അത് പാടില്ല മോനെ. കാരണം ഈ സ്വയം അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ തീരുമാനിക്കാം. 1 തരം, 2 തരം, 3 തരം, ഏത് ഗ്രേഡ്? 8 A+. കുഴപ്പിക്കുക. A+. സൂര്യൻ ആദ്യം പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സൂര്യന് കിട്ടേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണ്. അപ്പൊ നമ്മളൊരു ഒരു തീരുമാനം നമ്മൾ എത്തിയില്ല ആദ്യം, അതിൽ തന്നെ നിൽക്കണമായിരുന്നു. അത് മാറാൻ പാടില്ല. അതാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് സ്വയം മനസ്സിലാവും. നമ്മൾ ഇവിടെ നിന്ന് ഗ്രേഡ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഗ്രേഡ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, യഥാർത്ഥത്തിൽ അറിയാം എന്താണ് എവിടെയാണ് നിൽക്കണമെന്ന് അറിയാം. അങ്ങനെ അറിയണം, അങ്ങനെ അറിഞ്ഞു വളരണം. അങ്ങനെ വളരാനായിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ സെൽഫ് അസസ്മെന്റിലൂടെ തരുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? കുറച്ച് ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചെടുക്കും. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു പഠന രീതിയിൽ തരുന്ന ഒരു സംഭവമാണ്. പഠിക്കാൻ വേണ്ടി 22 പേർക്കും ഓരോ പ്രാവശ്യം വെച്ച് തരും. പിന്നെ ഞങ്ങൾ വിഡ്രോ ചെയ്യും. നിങ്ങളൊക്കെ മുതിർന്ന കുട്ടികളും കൂടി ഇല്ലേ കൂട്ടത്തില്? അവ കുറച്ചും കൂടി ഇപ്പൊ ചെറിയ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം അൾട്ടിമേറ്റ് വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും, ശ്രീഹരിയൊക്കെ. അപ്പൊ നമ്മൾ കൂടെ സഹായിക്കും. സൂര്യനൊക്കെ ശരിക്കും അറിയാം, നല്ല മ്യൂസിക് നോളജ് ഉള്ള കുട്ടിയല്ലേ സൂര്യൻ. കേട്ടോ, സന്തോഷായില്ലേ? A+. ചേട്ടാ പുകുറ്റിയൊന്നുമില്ലേ? അവൻ വിളിക്കണ്ടേ? കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+. താങ്ക് യു സർ. സൂര്യ, ഓൾ ദി ബെസ്റ്റ്. നോടികളും പറന്തതേ മൗനം നിരമ്പിയേ ഉന്തനരുകിലേ പറന്തതേ നോടികളും പറന്തതേ മൗനം നിരമ്പിയേ ഉന്തനരുകിലേ நான் நினைவின் பாதை மீது நடக்கிறேன். ക്യൂട്ടി ദ വീഡിയോസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ നീ നമ്മൾ ഓഡിയൻസ് എല്ലാവരും കാത്തിരിക്കുന്ന ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ഓഡിയൻസ് എന്ന് ഒരാളെ വിളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഫ്രാൻസിസ് ചേട്ടനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. നമുക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം മീനാക്ഷി. ഇന്നത്തെ പാട്ടൊക്കെ കഴിഞ്ഞില്ലേ? എന്ത് തോന്നുന്നു? അടിപൊളിയായിട്ട് പിള്ളേരെല്ലാരും പാടി, നന്നായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. ഓക്കെ, ഇന്ന് നമ്മുടെ ഓഡിയൻസ് ചോയ്സ് 2 സ്പെഷ്യൽ ആൾക്കാരെ വരുന്നത്. അപ്പൊ ആരാ വരാൻ പോണെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. അപ്പൊ ഫ്രാൻസ് ചേട്ടൻ തന്നെ വിളിച്ചോ. മക്കള് വാ. നമ്മുടെ ഫ്രാൻസ് ചേട്ടന്റെ മക്കളാണ് 2 പേരും. ചേട്ടന്റെയും അവന്റെയും പേരെന്താ? എന്റെ പേര് അതുൽ. എൻ്റെ പേര് അന്ന. അന്നക്കുട്ടിയും ചേട്ടനും വയലിനൊക്കെ വായിക്കോ? ചേട്ടൻ വായിക്കും അല്ലേ? 2 പേരും പഠിക്കണ്ട്. അന്നക്കുട്ടിയും വായിക്കും. ടോപ്പ് സിംഗർ കാണാറുണ്ടോ? 2 പേരും കാണാറുണ്ട്. എങ്ങനെയുണ്ട് അച്ഛൻ വായിക്കുന്നതൊക്കെ? നന്നായിട്ട് വായിക്കുന്നുണ്ട്. ചേട്ടൻ എന്താ പറയാനുള്ളത്? വീട്ടിൽ ചെല്ലുമ്പോ പറയും കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓക്കെ. അതൊക്കെ പാട്ട് പാടുമോ? 2 പേരും പാടും. അന്നക്കുട്ടി പാടും. ഞങ്ങക്ക് വേണ്ടി പാടിത്തരോ? പാടിക്കോ. വെണ്ണില ചന്ദന കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പൂവും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ കാലിമേയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം. കുന്നി മഞ്ചാടി കുന്നിലേറാം. ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. അടിപൊളി. കണ്ടോ, ഇത്രയൊക്കെ പാട്ട് ഇവരെ പഠിപ്പിച്ചിട്ട് എന്നെ പഠിപ്പിച്ചില്ല. ഇവിടെ വന്നൊരു ശ്രുതി പിടിക്കാൻ പോലും പഠിപ്പിച്ചില്ല എന്നെ. കഷ്ടമുണ്ട്. അപ്പൊ എന്തായാലും അന്നക്കുട്ടി പഠിപ്പിക്കന്നെ. ഞാൻ ഫ്രാൻസിന്റെ അടുത്ത് കുറെ നാളായി പറഞ്ഞു, ഒന്നും പാടിത്തരണില്ല, പഠിപ്പിക്കുന്നുമില്ല. പഠിപ്പിക്കോ? ഇനി ടോപ്പ് സിംഗറെ ഷൂട്ടുള്ള ദിവസം എല്ലാ ദിവസവും അന്നക്കുട്ടീനെ കൊണ്ടുവരണം. ഇപ്പൊ വെക്കേഷൻ അല്ലേ, അപ്പൊ കൊണ്ടുവരണം. ഞങ്ങൾ ഒരുമിച്ച് ശ്രുതി പിടിക്കാൻ പഠിച്ച് പാടുംല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ,
ഇന്ന് ഭയങ്കര പാവാണല്ലോ റാൻസി ചേട്ടൻ. പതിവില്ലാണ്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നു. എന്ത് പറ്റി? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ആ അപ്പൊ നമുക്ക് വിളിക്കാം. പാവണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ മാറും. അല്ല, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാ. ഭയങ്കര നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ആരെയാ ഇന്ന് ടോപ്പ് സിംഗറിൽ ആരുടെ പാട്ടാ കേൾക്കുന്നേ? സ്നേഹ. സ്നേഹ ചേച്ചിന്റെ പാട്ടാ. വിളിക്കട്ടെ സ്നേഹനെ? വിളിച്ചോ, അന്നെക്കുട്ടി വിളിച്ചാ പെട്ടെന്ന് വരും. സ്നേഹ ചേച്ചി. ഹലോ. ഹായ്. എന്താ പേര്? അന്ന. അന്ന. സ്നേഹക്കുട്ടിക്ക് ഇത് ആരൊക്കെയാന്നറിയോ? ഇല്ല. ഇല്ല. ആരായിരിക്കും സ്നേഹക്കുട്ടി? ഫ്രാൻസിസ് ഏട്ടൻ്റെ ആരെങ്കിലും ആണോ? ആരെങ്കിലും ആണോ ചോദിച്ചേ? ഫ്രാൻസിസ് ഏട്ടൻ്റെ ആരാ? ഞാൻ മകളാ. ഞാൻ മകളാണ്. മനസ്സിലായി? അപ്പൊ മനസ്സിലായി. തിരുവനായില്ലേ? മോനും മോളാണ്. ഓക്കെ. അപ്പൊ സ്നേഹക്കുട്ടി സ്പെഷ്യൽ ആയിട്ട് പാടിക്കൊടുക്കണം കേട്ടോ. ഏത് പാട്ടാ പാടുന്നത്? ഞാനിന്ന് ലാലി ലാലി. ഓക്കെ. താങ്ക് യു.
MG അങ്കിൾ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മുടെ ദേവി വൈഷ്ണവി KV. വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. വെണ്ണിലവേ നിന്നരികിൽ മിന്നും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ MG അങ്കിൾ വെച്ചു കൊടുക്കുന്നു. ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോൾ ഓർമ്മതൻ ചില്ലയിൽ ഒരു ശ്യാമ പുഷ്പം മാത്രം അലിയാതെ നിന്നോ. ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം. ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേ കാന്തതീരം. ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം. ഒരു മേഘവും വന്നൊരു നീർക്കണം പോലും പെയ്യാത്തൊരേ കാന്തതീരം.